ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇന്ത്യയിലേക്ക് സെപ്റ്റംബറിൽ ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം എത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇറാനിയൻ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇറാൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. 2026 അധ്യക്ഷ പദവിക്ക് കീഴിൽ ഇന്ത്യ 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നതിനാൽ ഈ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. സ്ഥിരത, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിന് കീഴിലാകും ഉച്ചകോടി നടക്കുക എന്നാണ് വിവരം. 2026 തുടക്കത്തിൽ ബ്രസീലിൽ നിന്നാണ് ഇന്ത്യ ബ്രിക്സിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുത്തത്. 2024 ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പെസഷ്കിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഉഭയകക്ഷി പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഈജിപ്തിനും എത്യോപ്യയ്ക്കും യുഎഇക്കുമൊപ്പം 2024 മുതൽ ഇറാൻ ബ്രിക്സിലെ പൂർണ്ണ അംഗമാണ്. 2025 ഇന്തോനേഷ്യ കൂടി പൂർണ്ണ അംഗമായതോടുകൂടി 11 പൂർണ്ണ അംഗങ്ങളാണ് ബ്രിക്സിലുള്ളത്. ജൂൺ മാസത്തിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇന്ത്യയിലെത്തിയിരുന്നു. യോഗത്തിന് ശേഷം തലസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ ആഗോളതലത്തിൽ സമാധാനം സ്ഥാപിക്കുന്നതിൽ ന്യൂഡൽഹിക്കുള്ള വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെ അരാഗ്ചി എടുത്തു പറഞ്ഞിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ സാഹചര്യം ലഘൂകരിക്കുന്നതിൽ ഇന്ത്യക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. സായുധ സംഘർഷങ്ങളിൽ ഭാവിയില്ല എന്നാണ് ടെഹ്റാൻ കരുതുന്നത് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. നിലവിലെ പ്രതിസന്ധിക്ക് സൈനികമായ പരിഹാരമല്ല എന്നും ചർച്ചകളിലൂടെയുള്ള ഒത്തുതീർപ്പ് മാത്രമാണ് മുന്നോട്ടുള്ള ഏക പ്രായോഗിക മാർഗമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. യുഎഇ കൂടി ബ്രിക്സിൽ അംഗമായ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട ഒരു സംയുക്ത പ്രസ്താവനയോട് ഉച്ചകോടി സമാപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സമവായം രൂപീകരിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരിക്കും. ഈ വർഷം ബ്രിക്സിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്നത് ഇന്ത്യയാണ്.